قال لا تخافا إنني معكما أسمع وأرى. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين الصلاة والسلام عليك أيها النبي. സുഹൃത്തുക്കളെ, നമ്മൾ 29ാമത്തെ പാർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അധികം ആമുഖമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ 29ാമത്തെ പാർട്ടിലാണുള്ളത്. 1 മുതലുള്ള പാർട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിമർശനം ആദ്യം കേൾക്കാം, എന്നിട്ട് മറുപടിയിലേക്ക് കിടക്കാം. മഹിമയും കുലമഹിമയും ഉദ്ഘോഷിക്കുന്നതായ ഒരു റേസിസ്റ്റ് അധ്യായമാണ് ഖുർആനിലെ ഈ ചെറിയ അധ്യായം. ഇന്നത്തെ കാലത്താണ് എങ്കിൽ ഒരു പരിഷ്കൃത ലോകത്ത് ഇങ്ങനെ ഒരാൾ, ഒരു ദൈവമോ അല്ലെങ്കിൽ ഒരു ദൈവദൂതനോ ആയാലും ശരി, ഇങ്ങനെയൊക്കെ ഒരാൾ വിളിച്ച് പറഞ്ഞാൽ അയാൾക്ക് അകത്ത് കിടക്കേണ്ടി വരും, ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. കാരണം ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ഇന്ന് പരിഷ്കൃത ലോകം കണക്കാക്കുന്നത്. റേസിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ പേരിലോ കുലമഹിമയുടെ പേരിലോ അല്ലെങ്കിൽ വർണ്ണങ്ങളുടെ പേരിലോ ഒന്നും മനുഷ്യരെ തരംതിരിക്കുന്നതും ശ്രേഷ്ഠരായിട്ടും താഴ്ന്നവരായിട്ടും കണക്കാക്കുന്നതും ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ മനുഷ്യാവകാശ തത്വങ്ങൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അബദ്ധജടിലവും മനുഷ്യത്വഹീനവുമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും ആരിൽ നിന്നുണ്ടായാലും അതിനെ ഇന്ന് പരിഷ്കൃത ലോകം തള്ളിക്കളയുന്നു. അതാണ് പ്രശ്നം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അത് ശരിയായൊരു നടപടിയല്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ ഖുർആനിലെ ഈ സൂറത്ത് ഏറ്റവും ഒരു 4 ആയത്ത് മാത്രമുള്ള സൂറത്താണ്. ആ സൂറത്ത് ആദ്യം ഒന്ന് നോക്കാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലീലാഫി ഖുറൈശി ലാഫിഹിം. അതായത് ഖുറൈശ് ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ, അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ. അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം സമാധാനം നൽകുകയും ചെയ്തവനെ. ഇതാണ് ഈ ആയത്തിലുള്ളത്. ഇവിടെ ഈ ഗോത്രത്തെ അങ്ങ് എടുത്ത് പൊക്കി കാണിച്ചു എന്ന് ഇയാൾക്ക് എവിടെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഖുർആനിൽ തന്നെ സൂറത്ത് ആൽ ഇമ്രാൻ എന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇമ്രാൻ കുടുംബം എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് അങ്ങനെ ഖുർആനിൽ പല സൂറത്തിനും പല പേരുകളുണ്ട് എന്ന് കരുതിയിട്ട് അവരെ അങ്ങ് പൊക്കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ? ഇല്ല. സൂറത്ത് മറിയമുണ്ട്, സൂറത്ത് ഇബ്രാഹിം ഉണ്ട്, സൂറത്ത് മുഹമ്മദ് ഉണ്ട്. അതേപോലെ ഇപ്പം ഈസാ നബീൻ്റെ പേരിൽ സൂറത്തില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ? അതുകൊണ്ട് ചെറുതാക്കി കാണിച്ചതെന്നാണോ? അല്ലല്ലോ, അല്ല. അപ്പം എന്താണ് ഖുർആൻ ഇവിടെ എന്താണ് പറയേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഖുർആൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഗോത്രത്തെ പൊക്കി പറയേണ്ടതുണ്ടോ, ഏതെങ്കിലും ഗോത്രത്തെ ശ്രേഷ്ഠമാക്കി ഉന്നതിയിലെത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് ആരിൽ നിന്നാണ് നമുക്ക് പഠിക്കേണ്ടത്? ഖുർആനിൽ നിന്ന്. ഒന്നെങ്കിൽ ഖുർആനിൽ നിന്നും അത് പഠിക്കണം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയണം. ഖുറൈശ് ഗോത്രത്തിന് അള്ളാഹു ഏറ്റവും നല്ല ഒരു ഗോത്രമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അതിന് താഴ്ത്താണ്, അങ്ങനെ പറയണം. അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു ശരിയായിട്ട് നിങ്ങൾക്ക് വിമർശനത്തിനൊരു ഇതുണ്ടാവുള്ളൂ. ഇതിപ്പോൾ അതൊന്നുമില്ല. ഈ ഗോത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും നമുക്ക് പരിശോധിക്കാം. ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിലെ 13ാമത്തെ വചനം, അത് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇദ്ദേഹത്തിനുള്ള മറുപടിയാവും. ഓ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം തിരിച്ചറിഞ്ഞതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളുടെ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവൻ മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഇതുപോലെ തന്നെ ഇപ്പോൾ സൂറത്ത് നിസായിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം, നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നും. അതേപോലെ തന്നെ പല ആയത്തിലും ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരാൾക്ക് ഒരാളെക്കാളും ശ്രേഷ്ഠത കൽപ്പിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് റേസിസം എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇയാൾ എവിടുന്ന അതൊക്കെ കൊണ്ടുവരുന്നത്? ഗോത്രമഹിമ എന്തൊരു മഹിമ കാണിച്ചുകൊണ്ടും ഇസ്ലാമിൽ അതിന് ഉന്നത സ്ഥാനം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും ഒരേപോലെയാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇസ്ലാമിൽ ഇപ്പം നമസ്കരിക്കുന്ന സമയത്ത് ഒരാൾ മുന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു. അയാൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയാളുടെ പിന്നിലായിരിക്കും മറ്റാൾ നിന്ന് നമസ്കരിക്കുക. അയാൾ കാല് വെച്ചെടുത്തായിരിക്കും ഇയാൾ പിന്നീട് അയാൾ സുജൂദ് ചെയ്യുക.
അപ്പോൾ ഇതൊന്നും ഇയാൾക്ക് അറിയാത്തതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ അടുത്ത് വന്നതാണ് ഈ റേസിസം പാടില്ല എന്നും ഗോത്രീയത പാടില്ല എന്നൊക്കെ, ഈ അല്ലെങ്കിൽ ജാതി പാടില്ല എന്നൊക്കെ ഇപ്പം അടുത്ത് കൊണ്ടുവന്ന ചില നിയമങ്ങളാണ്. പക്ഷേ അതൊന്നും കാറ്റിപ്പറത്തിക്കൊണ്ട് പലരും അതിനെതിരായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആണെങ്കിൽ അവൻ ആരോടും ഈ പറഞ്ഞ പോലെ പണമുള്ളവനോ പണമില്ലാത്തവനോ അറബിയെന്നോ അനർബിയെന്നോ ഒന്നും വേർതിരിവില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് വചനങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു 4 ഹദീസ് മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കും സ്വത്തുക്കളിലേക്കും നോക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് നോക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ രൂപം എന്താണെന്നോ നിങ്ങളുടെ ശ്രേഷ്ഠത നിങ്ങളുടെ ഗോത്രം എന്താണെന്നോ ഒന്നുമല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറഫ ദിനം, അതായത് മക്ക വിജയത്തിൻ്റെ ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായിട്ട് വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓ മനുഷ്യരെ, മനുഷ്യരിൽ 2 തരം ആളുകളുണ്ട്, പുണ്യവാനും സൂക്ഷ്മത പാലിക്കുന്നവനും. അള്ളാഹുവിൽ ആദരണീയനുമായവൻ ഒന്ന് ദുഷ്ടനും ദുർമാർഗിയും, അള്ളാഹുവിൽ നിന്ദനമായിട്ടുള്ളവനാണ് അവർ. മറ്റൊന്ന് എല്ലാവരും ആദമിൻ്റെ സന്താനങ്ങളാണ്. ആദമിന് അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതി. ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ സൂറത്ത് ഹുജറാത്തിലെ ആയത്ത് അല്ലേ. അറിഞ്ഞേക്കുക, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. അറബിക്ക് അനർബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. അറബി ഇല്ലാത്തവന് അറബിയേക്കാളും ഇല്ല. കറുത്തവന് ചുവന്നവനേക്കാളോ വെളുത്തവനേക്കാളോ ഇല്ല. വെളുത്തവന് കറുത്തവനേക്കാളും ഇല്ല. ഭയഭക്തി കൊണ്ടല്ലാതെ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ഭയഭക്തിയുള്ളവനാകുന്നു. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് ഖുർആനിലും അതേപോലെ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊന്നും ഇയാൾക്ക് അറിയായിട്ടല്ല. ഇയാളെ വിമർശനം ഇപ്പോൾ ഈ ആയത്ത് ഈ ഒരു സൂറത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് അയാൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഇതിനെന്താ പറയുക, അപ്പോൾ ഇത് പറയാം എന്നുള്ള രീതി ഒരു കള്ളത്തരം ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ മറുപടി പറയാന്നൊക്കെ പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് കേട്ടോ മാഷെ. ഇതിന് ഒന്നും കൂടി നിശ്ചയമായും ജാഹിലിയ കാലത്തിൻ്റെ ഡംബും അതേപോലെ പിതാക്കളുടെ പേരിലുള്ള ഗർവവും നാട്യവും അള്ളാഹു നിങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ആദമിൻ്റെയും ഹവ്വായുടെയും ഉള്ളവരത്രേ. അതായത് ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് നിങ്ങൾ. ഒരു പിതാവ് ഒരു മാതാവിൽ നിന്നും വന്ന ആളുകളാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിയ സംഭവമാക്കിയിട്ട് പറയേണ്ട ആവശ്യം? ഇന്ന ആൾ ഇത്ര വലുത്, ഇന്ന പണം ഉണ്ട്, അല്ലെങ്കിൽ ഗോത്രം ഇന്ന പേരിലാണ് എന്നുള്ളത് കൊണ്ടൊന്നും നിങ്ങൾ നാട്യം കാണിക്കരുത് എന്ന് കൃത്യമായിട്ട് ഹജ്ജത്തുൽ വിദാ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം എന്നറിയപ്പെടുന്ന പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒരുപാട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ഹദീസുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ എടുത്താൽ തീരാത്തത്രയും ആയത്തുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇയാൾ എനിക്കറിയില്ല, ഇയാൾ എന്ത് ഖുർആൻ ക്ലാസ്സാണ് പഠന ക്ലാസ്സാണ് നടത്തുന്നത് എന്നുള്ളത് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണടച്ചിട്ട് എന്താ പറയുക ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിനെതിരെ പറയണമല്ലോ എന്ന് കരുതിയിട്ട്. ആരും പറയാത്തൊരു സംഭവമാണിത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഗോത്രീയത അല്ലെങ്കിൽ വംശീയത നിറത്തിൻ്റെ പേരിലോ ഒന്നിലും വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ചില ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് മറുപടി പറയുക എന്ന് മാത്രമാണ് നമ്മളെ ബാധ്യത. നിങ്ങൾ തിരുത്തേണ്ട ബാധ്യത നമുക്കില്ല. എന്തായാലും നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.